ഹലോ, വെൽക്കം ടു മൃണ സ്റ്റാറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ലൈഫിലെ എൻ്റെ 2 വർഷത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടുന്നൊരു ബെനഫിറ്റ് നിങ്ങൾക്കും കൂടി കാണിച്ചാന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം തന്നെ ബസ്സിൽ നമ്മൾ പല പല സീറ്റുകളിൽ മാറിയിരുന്നാണ് നമ്മൾ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ഫൈനലി നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എനിക്ക് ഇവരൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. കാര്യം നിങ്ങൾക്ക് എന്താണെന്നും പിടികിട്ടി കാണുമല്ലോ. ഇന്നെൻ്റെ കോൺവെക്കേഷൻ ഡേ ആണ്. ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരുപാട് 2 വർഷക്കാലമായി ഞങ്ങൾ ഒരുപാട് പേര് കഷ്ടപ്പെട്ടതിനൊരു ഫലമെന്ന് പറയാൻ വേണ്ടി പറ്റും. ഞങ്ങളെ ബാച്ചിൽ മൊത്തം 50 സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ടീച്ചേഴ്സ് ആകുന്ന 50 സ്റ്റുഡൻസ്. ഓരോരുത്തരെയും എടുത്ത് പറയേണ്ട കാര്യമില്ല. ഓരോരുത്തരും അത്രയും വളരെ സ്പെഷ്യലായവരാണ്. എല്ലാവരും എന്നും നമുക്ക് ഓരോ കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ ഓരോരോ നിമിഷങ്ങൾ സമ്മാനിച്ചവരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ അണിഞ്ഞ് നമ്മൾ പ്രോപ്പറായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ഒരുപാട് കാലത്തിന് ശേഷം കണ്ടൊരു സന്തോഷം അവരുടെ മുഖത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പോസിൽ കുറച്ച് നിൽക്കാനുള്ള മെയിൻ കാരണം നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ സെറ്റാക്കാനും റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് നമുക്ക് ആ ക്യാപ്പ് എടുത്തെറിയേണ്ട പോർഷൻസും അങ്ങനെ ഒരുപാടുണ്ട്. ഈ വീഡിയോസ് കറക്റ്റ് പ്രോപ്പർ ഒരു അറേഞ്ച്മെൻ്റ് അല്ല ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പോകുന്നത്. ഇതിന് മുന്നേയും ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതെല്ലാം നമ്മുടെ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ഒരു SNMൻ്റെ ഹാളുണ്ട്. അവിടെയാണ് നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ നമ്മുടെ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഈ ഒരു കോൺവെക്കേഷൻ സെറിമണി നടക്കുന്നത്. പലരെയും ഇങ്ങനത്തെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ ഇതൊരു അടിപൊളി കോൺവെക്കേഷൻ സെറിമണി തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് പല ഒഫീഷ്യൽസിനും പല കളറിലുള്ള കോട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് പാരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ ഒരു ഫോട്ടോ എടുക്കേണ്ട തിരക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജൂനിയേഴ്സ് ആയിരുന്നു എല്ലാ പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യാനും അത് അറേഞ്ച് ചെയ്യാനൊക്കെ റെഡിയായി വന്നിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു തൊപ്പി എറിയുന്ന ഒരു സെറിമണിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ കറക്റ്റ് മറന്നു പോയിട്ടാണ് അതെനിക്ക് കിട്ടാത്തത്. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ SNMൻ്റെ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രോപ്പർ ലൈനായിട്ട് വന്നിട്ടാണ് നമ്മൾ വാങ്ങുക. യൂഷ്വലി ഒരു കോൺവെക്കേഷൻ ഒരു ഗ്രാജുവേഷൻ സെറിമണി എങ്ങനെയാണോ അതേ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെയായിരുന്നു നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും ഉണ്ടായിരുന്നത്. ഓരോരുത്തരുടെ പേര് വിളിച്ച് നമ്മൾ ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ പാരൻസ് നമ്മുടെ കൂടെ വരും കേട്ടോ. അപ്പോൾ ഒരുപാട് പേരുടെ പാരൻസിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പല പല ഓർഡറിൽ നിന്നിട്ട് വാങ്ങുന്ന ഒരു ചടങ്ങായിരുന്നു കേട്ടോ. നമ്മുടെ ക്ലാസ്സിലെ റോൾ നമ്പർ വൈസാണ് ഓരോരുത്തരെ വാങ്ങുക. ഞാനിതിൽ വാങ്ങുന്നതിൻ്റെ പോർഷൻസ് ഉണ്ട്. നിങ്ങൾ ഏത് ഭാഗത്താണ് എന്നെ കണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഓരോ ആളുകളുടെയും ഇങ്ങനെ മൊത്തം നമ്മൾ 50 പേരുടെയും ഇങ്ങനെ വരിയായി നമ്മൾ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ചില പാരൻസിന് എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് സ്റ്റുഡൻസ് മാത്രം വന്ന് പോകുന്നത്. സത്യത്തിൽ ഇവരിപ്പോൾ സ്റ്റുഡൻസ് അല്ല ടീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ. എല്ലാവരും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. നല്ല നല്ല സ്ഥലങ്ങളിൽ എല്ലാവരും പ്ലേസ്ഡ് ആയി പോയി. പലരും ലീവ് എടുത്തിട്ടൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഗ്രാജുവേഷൻ സെറിമണിക്ക് വേണ്ടി എത്തിയത് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്നൊക്കെ ഒരുപാട് പേര് നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ലേറ്റായി. അതുകൊണ്ടാണ് പ്രോഗ്രാം ഇത്രയും കുറച്ച് നടത്താൻ കുറച്ചും കൂടി ഡിലേ ആയി പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ പല ഭാഗത്തു നിന്ന് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ സെക്ഷനിലായിട്ട് നമ്മളിങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ട് പോകുന്നത്.
സത്യത്തിൽ ഈ പോർഷനൊക്കെ നമ്മൾ സ്റ്റേജിലേക്ക് ആദ്യം കയറി പോകുന്നതിൻ്റെ ഒരു ഭാഗങ്ങളായിരുന്നു കേട്ടോ. എല്ലാവരും ഒരേ കളറിൽ ഡ്രസ്സൊക്കെ ധരിച്ച് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. ഈ വീഡിയോസ് കാണുന്ന ഓരോരുത്തർക്കും അതിൻ്റെ ആ ഒരു ഇമോഷണൽ സെൻറ്റിമെൻറ്റ്സും ആ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും. ഈ വീഡിയോസ് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്ന എനിക്കും അത്രയും ഒരുപാട് പ്രിയപ്പെട്ടതായി തോന്നുന്ന ഈ നിമിഷങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ ഒരിക്കലും തിരിച്ച് കിട്ടാത്ത നല്ല മൊമെൻറ്റ്സുകളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണിത്. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓർമ്മയിൽ സൂക്ഷിച്ച് വെക്കാവുന്ന ഏരിയാസാണ്. ഓരോരുത്തരുടെയും പേര് നമുക്ക് എടുത്ത് പറയാൻ വെച്ചാൽ അത്രയും ഉണ്ട് നമുക്ക് എല്ലാവരോടുത്തുള്ള സ്നേഹമെന്ന് പറയുന്നത്. ഒക്കെ നമ്മളൊക്കെ അങ്ങനെ സീറ്റിൽ ഇരുന്നിട്ട് സ്റ്റേജിലോട്ടുള്ള ദൃശ്യങ്ങൾ കാണാൻ വളരെയധികം അടിപൊളിയായിരുന്നു കേട്ടോ. പരിപാടികൾക്കൊക്കെ ശേഷം ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ ബാക്ക് ടു ഹോം ആയിട്ടോ, ബസ്സൊക്കെ കാലിയായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയായി. എൻ്റെ ബാഗിൽ മൊത്തം എൻ്റെ ഹാപ്പിനെസ്സാണ്.